ന്യൂസ്8ന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. അപ്പോൾ വലിയ ആഘോഷമായിരിക്കും ഇന്ന് എല്ലാ വീടുകളിലും. ബന്ധുക്കൾ എല്ലാവരും ഒത്തുകൂടി വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ ഒരുക്കി വലിയ ആഘോഷത്തിലും ആഹ്ലാദത്തിലും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ആഹ്ലാദത്തിലും സന്തോഷത്തിലും ആഘോഷത്തിലും ഒക്കെ പങ്കുചേരുന്നതിനൊപ്പം നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ഒക്കെ കൂടി നോക്കി പരിശോധിച്ച് മോർണിംഗ് വൈബ്സിനൊപ്പം പോകാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് നമുക്കറിയാം പള്ളികളിൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ നടക്കും. ഈദ് ഗാഹുകളെല്ലാം സജ്ജമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ഒക്കെ എത്താം. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകൾ കൂടി മറ്റ് പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി പരിശോധിച്ച് പോകാം അല്ലേ. അപ്പോൾ സമഗ്രമായ ഒരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയും മണ്ഡല അടിസ്ഥാനത്തിൽ CPM പരിശോധിച്ച് തുടങ്ങിയിരിക്കുകയാണ്. കേഡർ വോട്ടുകൾ ചോർന്നു. പാർട്ടി വോട്ടുകളുടെ ചോർച്ച തോൽവിയുടെ ആഘാതം കൂട്ടി എന്നാണ് സെക്രട്ടേറിയറ്റിൽ അഭിപ്രായം ഉയർന്നത്. ശക്തി കേന്ദ്രങ്ങളിലെ തിരിച്ചടിയിൽ പ്രത്യേക പരിശോധന ഉണ്ടാകും. വൻതോതിൽ വോട്ട് ചോർന്ന ഇടങ്ങളിൽ അന്വേഷണ കമ്മീഷനും വന്നേക്കും. തെറ്റ് തിരുത്തൽ നടപടികൾക്ക് മാർഗരേഖ തയ്യാറാക്കാനും ആലോചനയുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നും തുടരും. അടുത്ത 3 ദിവസങ്ങളിൽ സംസ്ഥാന സമിതിയും ചേരും. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത തോൽവി പരിശോധിക്കുകയാണ് CPM. എവിടെയാണ് പാളിച്ച സംഭവിച്ചത്, എന്താണ് ഇത്രത്തോളം വോട്ട് കുറയാനുള്ള വോട്ട് ചോർന്നത് എവിടെയാണ് എന്നുള്ള ആലോചനയിലും പരിശോധനയിലും പഠനത്തിലുമൊക്കെയാണ് പാർട്ടിയുള്ളത്. ഇനി നമ്മൾ